MSTasteTouchലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റിയായ ഒരു മൈസൂർ പാക്കാണ്. വളരെ എളുപ്പത്തിൽ വെറും 3 ചേരുവകൾ കൊണ്ട് ബേക്കറികളിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള മൈസൂർ പാക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഇതിനായി ഞാൻ 1 കപ്പ് കടലപ്പൊടി എടുത്തിട്ടുണ്ട്. കടലപ്പൊടി എടുക്കുമ്പോൾ കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് അരിച്ച് വേണം എടുക്കാൻ. ഇനി 1 കപ്പ് പഞ്ചസാര വേണം. കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ 1.5 കപ്പ് വരെയൊക്കെ ചേർക്കാം. ഇനി 1 കപ്പ് നെയ്യും 1/2 കപ്പ് ഓയിലും എടുത്തിട്ടുണ്ട്. നമുക്കിത് ഓയിൽ ചേർക്കാതെ 1.5 കപ്പ് നെയ്യ് മാത്രമായിട്ട് വേണമെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ആയിട്ടാണ് ചേർക്കുന്നത്. ഞാൻ ഈ പാത്രത്തിലാണ് ഇത് സെറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ പാത്രം ഒന്ന് ഗ്രീസ് ചെയ്ത് വെക്കാം. കുറച്ച് നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് പുരട്ടി കൊടുക്കാം. ഇതിലേക്ക് ഒരു ബട്ടർ പേപ്പർ കൂടി വെക്കാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഈ കടലമാവിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചിട്ട് ഇത് ഡ്രൈ റോസ്റ്റ് ചെയ്താൽ മതി. 3-4 മിനിറ്റ് ആകുമ്പോഴേക്കും ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ നമുക്കിത് ഈ പാനിൽ നിന്നും മാറ്റാം. ഇനി ഈ പാനിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ ഓയിൽ കൂടി ഇതിലേക്ക് ഒഴിക്കാം. ഇനി ഇത് ചൂടാക്കാനായിട്ട് വെക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. 1.5 കപ്പ് നെയ്യ് മുഴുവനായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടി വരില്ല. ഒഴിച്ചു നോക്കുമ്പോഴേ നമുക്ക് നെയ്യ് എത്രത്തോളം വേണമെന്ന് പറയാൻ പറ്റൂ. നെയ്യ് ചൂടാക്കാൻ വെക്കുന്ന സമയം തന്നെ നമുക്ക് പഞ്ചസാര മെൽറ്റാക്കാനും വെക്കണം. പഞ്ചസാര ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളമൊഴിച്ച് മെൽറ്റ് ചെയ്തെടുക്കാം. രണ്ടും ഒരേ സമയം തന്നെ അടുപ്പിൽ വെക്കണം. പഞ്ചസാര മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി മൈസൂർ പാക്കിന് നല്ല കളർ വേണമെങ്കിൽ നമുക്കിതിലേക്ക് ഫുഡ് കളറോ അല്ലെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയോ ചേർത്താൽ മതി. ഞാനിപ്പോൾ ഇതിലേക്ക് കളറൊന്നും ചേർക്കുന്നില്ല. ഇനി ഇത് ഒറ്റനൂൽ പരുവമായി വരണം. മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. ഇപ്പോൾ പഞ്ചസാര പാനി ഒറ്റനൂൽ പരുവമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശെ കടലമാവ് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈവിടാതെ തന്നെ നന്നായി ഇളക്കി കൊടുക്കണം. ഇപ്പോൾ മുഴുവൻ കടലമാവും ഇതിലേക്ക് ചേർത്തു. ഇതിലെ കട്ടയൊക്കെ ഇപ്പോൾ നന്നായി മാറിയിട്ടുണ്ട്. ഇനി നെയ്യ് ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. നെയ്യ് ഒഴിക്കുമ്പോൾ കടലമാവ് നെയ്യൊക്കെ നന്നായി വലിച്ചെടുക്കും. അപ്പോൾ വീണ്ടും നെയ്യൊഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കണം. കടലമാവ് നെയ്യ് വലിച്ചെടുക്കാത്ത ഒരു പരുവം വരും. ആ സമയം നമുക്ക് നെയ്യൊഴിക്കുന്നത് നിർത്താം. ഇപ്പോൾ കടലമാവ് നെയ്യ് വലിച്ചെടുക്കാത്ത ആ പരുവത്തിലേക്ക് ആയിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നെയ്യ് ഇതിൽ നിന്നും മാറി വന്നിട്ടുണ്ട്. എനിക്കൊരു 1/4 കപ്പോളം നെയ്യ് ബാക്കി വന്നിട്ടുണ്ട്. നെയ്യ് 1.5 കപ്പ് തന്നെ ചൂടാക്കാൻ വെക്കണം. ഒഴിച്ചു നോക്കിയാൽ എത്രത്തോളം നമുക്ക് ഇതിലേക്ക് വേണമെന്ന് പറയാൻ പറ്റും. നമ്മൾ നേരത്തെ തന്നെ ഗ്രീസ് ചെയ്ത് വെച്ച പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു സ്പൂൺ കൊണ്ട് നമുക്കിതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അധികം പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇത് അധികം ചൂടാറി പോകാതെ ഒരു 3 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ തന്നെ ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ച് വെക്കണം.
സെറ്റായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് മുറിച്ചെടുക്കാൻ പറ്റില്ല. ഇതെല്ലാം കത്തി കൊണ്ടൊന്ന് വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നന്നായി ചൂടാറിക്കഴിഞ്ഞ് നമുക്കിത് ഇളക്കിയെടുക്കാം. നല്ല ടേസ്റ്റിയായ ഒരു മൈസൂർ പാക്കാണിത്. 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കിത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പഞ്ചസാര പാനിയുടെ കൺസിസ്റ്റൻസി കറക്റ്റ് ആയിരിക്കണം. അതുപോലെ നെയ്യ് ഒഴിക്കുമ്പോൾ നല്ല ചൂടോടുകൂടി തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്